യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയുടെ കിഴക്കൻ ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. തുയി എന്ന പട്ടണം കണ്ടതിനു ശേഷമുള്ള യാത്ര. അലേഷ് നൊവാക് എന്ന ഇന്നാട്ടുകാരൻ തന്നെയായ സുഹൃത്താണ് ഗ്രാമവഴികളിലൂടെയും പട്ടണങ്ങളിലൂടെയും എന്നെ കൊണ്ടുപോകുന്നത്. സൊക്ക എന്നൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. ചെറിയൊരു കാർഷിക ഗ്രാമമാണ് സൊക്ക. കുന്നുകളും താഴ്വാരങ്ങളും ഇലപൊഴിച്ച മരങ്ങളുടെ വനവും അരുവിയുമെല്ലാമുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമങ്ങളിലെല്ലാം ഒരു ഡിസൈനറുടെ കരസ്പർശമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു കുന്നിൻപുറമാകെ മരങ്ങൾ വളരാൻ വിട്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പുൽമേട് വെട്ടിയൊരുക്കി വെച്ചിരിക്കുന്നു. പ്രകൃതിദത്തമായതും മനുഷ്യൻ രൂപപ്പെടുത്തിയതും കൃത്യമായി മേളിക്കുന്ന ഒരു സൗന്ദര്യം. പുൽമേടുകൾ കുറ്റിച്ചെടികൾ വളർന്ന് വികൃതമായി കിടക്കുകയല്ല. കൃത്യതയോടെ വെട്ടിയൊരുക്കി ശ്രദ്ധയോടെ പരിപാലിക്കുന്നതാണ് ഇതെന്ന് കാഴ്ചയിൽ നിന്ന് വ്യക്തം. വനസമാനമായ പ്രദേശത്തുകൂടി കുറേ ദൂരം ചെല്ലുമ്പോഴാണ് ഒരു ചെറിയ ജനവാസ മേഖല കാണുന്നത്. തികച്ചും കാൽപ്പനികമായ ഒരു പ്രകൃതിയാണിതെന്ന് തോന്നിപ്പോകുന്നു. ഓരോ ഗ്രാമവും വൃത്തിയായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. പുറം നാടുകളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്നതിനു വേണ്ടി ഈ വിധം സജ്ജീകരിച്ചിരിക്കുന്നതല്ല ഈ പ്രകൃതിയൊന്നും. നൂറ്റാണ്ടുകളായി ഈ ഗ്രാമങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. സ്ലൊവേനിയൻ ഗ്രാമീണതയിലൂടെയുള്ള യാത്ര അതിഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ്. വീടുകളുടെ ചിമ്മിനിയിൽ നിന്നും പുക ഉയരുന്നു. ഇതാണ് സ്ലൊവേനിയയുടെ തനി ഗ്രാമങ്ങൾ. കൃഷിയിടങ്ങൾ, കളപ്പുരകൾ, പുല്ലും വൈക്കോലും സംഭരിച്ചു വയ്ക്കുന്ന കെട്ടിടങ്ങൾ എന്നിവയെല്ലാമുണ്ട് ഈ കാഴ്ചയിൽ. ഇപ്പോൾ ഗർഡിന എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതും ഒരു കാർഷിക മേഖല തന്നെയാണ്. വലിയ കളപ്പുരകളും കാർഷിക ഭവനങ്ങളുമെല്ലാം കാണാം കുന്നിൻ ചെരുവുകളിൽ. ഹലോസ് എന്നറിയപ്പെടുന്ന മലനിരയുടെ ചെരുവിൽ ഒറ്റപ്പെട്ടൊന്നോണം കിടക്കുന്ന പ്രദേശമാണ് ഗർഡിന. 3.5 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഗർഡിനയിൽ ആകെ 130 ആളുകൾ മാത്രമേ വസിക്കുന്നുള്ളൂ. സ്റ്റിറിയ എന്ന സാംസ്കാരിക പ്രദേശത്ത് ഉൾപ്പെടുന്ന ഗ്രാമമാണ് ഗർഡിന. ഗർഡിന കഴിയുമ്പോൾ സ്റ്റോപ്പേഴ്സ് എന്ന ഗ്രാമത്തിലേക്ക് എത്തുന്നു. ജനസംഖ്യ നന്നേ കുറഞ്ഞ മറ്റൊരു ഗ്രാമം. ഞങ്ങൾ കടന്നുപോകുന്ന പാതയുടെ ഇടതുവശത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. സ്ക്രാൽസ്ക എന്ന നദിയാണത്. 59 നദികളുള്ള രാജ്യമാണ് സ്ലൊവേനിയ. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു പാരിഷ് ചർച്ചും സന്യാസി മഠവും ഉണ്ടായിരുന്ന ഗ്രാമമാണ് സ്റ്റോപ്പേഴ്സ്. ഇപ്പോൾ റൊഗാറ്റെക് എന്ന പട്ടണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. റൊഗാറ്റെക് മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമായ ചെറുപട്ടണം. സ്ലൊവേനിയയുടെ അതിർത്തി പട്ടണമാണിത്. റൊഗാറ്റെക്കിന്റെ ഒരു ഭാഗം ക്രൊയേഷ്യയിലാണ്. വലിയ ചരിത്രമുള്ള പ്രദേശമാണ് റൊഗാറ്റെക്. 1000 വർഷം മുൻപ് തന്നെ പ്രഭുക്കന്മാരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെന്ററായി ഇവിടം വളർന്നിരുന്നു. 15-16 നൂറ്റാണ്ടുകളിലെ ചരിത്ര മന്ദിരങ്ങൾ മിക്കതും ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യത്തിന്റെ ക്രൂരതകളും യുഗോസ്ലാവിയൻ ഗറില്ലകളുടെ പോരാട്ട വീര്യവുമെല്ലാം റൊഗാറ്റെക് കണ്ടിരുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് റൊഗാറ്റെക്കിൽ പ്രവേശിച്ച നാസിപ്പട ഇവിടെയുണ്ടായിരുന്ന സ്ലൊവേൻ വംശജരെ ക്രൊയേഷ്യയിലേക്കും സെർബിയയിലേക്കും നാടുകടത്തിയിരുന്നു. റൊഗാഷ്ക സ്ലാറ്റിന എന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ കാർ എത്തിയിരിക്കുന്നത്. ഈ മേഖലയിലെ വലിയൊരു സാംസ്കാരിക പ്രദേശമാണ് റൊഗാഷ്ക സ്ലാറ്റിന. കുന്നിൻ മുകളിൽ ഒരു പള്ളിയും താഴ്വാരത്തും കുന്നിൻ ചെരുവുകളിലുമെല്ലാം വീടുകളും കാണാം. റൊഗാഷ്ക സ്ലാറ്റിന എന്ന പട്ടണത്തിന്റെ പ്രാന്തഭാഗങ്ങളാണിതെന്ന് പറയാം. 5.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പട്ടണമാണ് റൊഗാഷ്ക സ്ലാറ്റിന. 5000-ത്തിലധികം ആളുകൾ ഈ പട്ടണത്തിൽ വസിക്കുന്നു. പുരാതന കാലം മുതൽ വലിയൊരു സെറ്റിൽമെന്റ് ആയിരുന്നു ഇവിടം. റോമ സാമ്രാജ്യകാലത്ത് ഈ പട്ടണത്തിലേക്ക് ഒരു പാതയുണ്ടായിരുന്നെന്നാണ് ചരിത്രം. പിന്നീട് ആർച്ച് ബിഷപ്പുമാരുടെയും പ്രഭുക്കളുടെയും ഭരണകാലത്തും പ്രമുഖ നഗരമായിരുന്നു റൊഗാഷ്ക സ്ലാറ്റിന. മുന്തിരിയും ഉരുളക്കിഴങ്ങും ഗോതമ്പും വിളയിക്കുന്ന കർഷകരാണ് പട്ടണപ്രാന്തത്തിൽ വസിക്കുന്നവരിൽ ഭൂരിഭാഗവും. ചെറിയൊരു വ്യാവസായിക കേന്ദ്രം കൂടിയാണ് പട്ടണം. റൊഗാഷ്ക സ്ലാറ്റിന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഗേറ്റോ കാവലോ ഇല്ലാത്ത റെയിൽപാളം മുറിച്ചുകിടന്ന് കാർ പ്രധാന പട്ടണഭാഗത്തേക്ക് എത്തുന്നു. വലിയ പട്ടണത്തിന്റെ പ്രധാന ഭാഗമെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെയേ ഉള്ളൂ.
സമീപത്തെ പ്രമുഖ ഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ തിരിഞ്ഞു പോകുന്നതും ഇവിടെ നിന്നാവും. ഇക്കാണുന്ന പിങ്ക് നിറമുള്ള കെട്ടിടമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അതിനടുത്ത് തന്നെ ഹോട്ടലുകളും വലിയ അപ്പാർട്ട്മെന്റുകളും കാണാം. റൊഗാഷ്ക സ്ലാറ്റിന വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ധാരാളം ഹോട്ടലുകളുണ്ട് ഇവിടെ. വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, എന്റർടൈൻമെന്റ് സെന്ററുകൾ എന്നിവയെല്ലാം കാണാം. അടുത്ത കാലത്ത് വികസിച്ചു വന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. റൊഗാഷ്ക സ്ലാറ്റിനയെ ഒന്ന് കാണണം. ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. 2 കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴിവിടെ സഞ്ചാരികൾ കുറവാണ്. മഞ്ഞുകാലമാണെന്നതാണ് ഒന്നാമത്തെ കാരണം. റഷ്യക്കാർ ഇവിടേക്ക് വരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ വന്നെത്തിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും റഷ്യക്കാരായിരുന്നു. എന്നാൽ റഷ്യ സിറിയൻ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും റഷ്യയുമായുള്ള ബന്ധം മോശമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ റഷ്യ തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതാണ് റൊഗാഷ്ക സ്ലാറ്റിനയിൽ ടൂറിസ്റ്റുകൾ എത്താറുള്ള പ്രധാന ഭാഗങ്ങൾ. ഒരു ടൂറിസ്റ്റ് സിറ്റി പോലെ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇത്. നിരവധി ഹോട്ടലുകൾ, ധാരാളം ഹോട്ട് സ്പ്രിങ്ങുകളുള്ള പട്ടണമാണ് റൊഗാഷ്ക സ്ലാറ്റിന. ഈ പട്ടണത്തെ ടൂറിസം രംഗത്ത് പ്രശസ്തമാക്കിയതും അത്തരം ചൂട് നീരുറവകളാണ്. റോമാക്കാരുടെ കാലത്തു പോലും ഇവിടുത്തെ ചൂട് നീരുറവകൾ പ്രസിദ്ധമായിരുന്നെന്ന് അക്കാലത്തെ ചില ശിലാലിഖിതങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മഗ്നീഷ്യത്തിന്റെ സാന്നിധ്യം കൂടുതലുള്ള ഹോട്ട് സ്പ്രിങ്സ് പലവിധ ത്വക്രോഗങ്ങളും അകറ്റാൻ പര്യാപ്തമാണെന്ന് പ്രചരിച്ചതോടെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടം ഒരു ഹെൽത്ത് റിസോർട്ടായി മാറിയിരുന്നു. മഞ്ഞുകാലത്തും ഏറെ റഷ്യൻ സന്ദർശകർ എത്തിയിരുന്ന ഇടമാണിത്. ഇപ്പോൾ ഇവിടമെല്ലാം ആകെ നിർജീവാവസ്ഥയിലാണ്. കച്ചവടമെല്ലാം തകർന്നിരിക്കുകയാണെന്ന് എൻ്റെ കൂടെ നടക്കുന്ന അലേഷ് നൊവാക് പറയുന്നുണ്ട്. പല കടകളുടെയും ബോർഡുകൾ പോലും റഷ്യൻ ഭാഷയിലാണ്. റഷ്യക്കാരാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ അധികവുമെന്ന് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകും. അടുത്ത കാലത്തായി ഇറ്റലിക്കാർ റൊഗാഷ്ക സ്ലാറ്റിനയിലേക്ക് വരുന്നുണ്ടെന്ന് അലേഷ് പറയുന്നു. പക്ഷേ ഇറ്റലിക്കാർ തെല്ലു പിശുക്കരാണ്. അതിനാൽ റഷ്യൻ സമ്പന്നരെ തന്നെയാണ് ഇവിടുത്തെ കച്ചവടക്കാർക്കിഷ്ടം. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ കൂട്ടക്കുരുതികൾ അരങ്ങേറിയ പട്ടണമാണ് റൊഗാഷ്ക സ്ലാറ്റിന. 2 വലിയ കൊലക്കളങ്ങൾ യുദ്ധാനന്തരം ഇവിടെ കണ്ടെത്തുകയുണ്ടായി. മഞ്ഞുകാലം കഴിയുമ്പോഴേക്കും മനോഹര രൂപമണിയുന്ന പുൽത്തകിടികളും പൂമരങ്ങളും. ആ സമയത്ത് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കായിരിക്കും. വമ്പൻ ഡാൻസ് ഹാളുകളും ഓപ്പറ ഹൗസുകളുമെല്ലാം ഉണ്ട് വലതുവശത്ത് കാണുന്ന കെട്ടിടങ്ങളിൽ. സ്ലൊവേനിയ യുഗോസ്ലാവിയയിൽ നിന്നും വിഘടിച്ച് സ്വതന്ത്ര രാഷ്ട്രമായ 1991 ശേഷമാണ് ഇത്തരം പട്ടണങ്ങളിലെല്ലാം ടൂറിസം വികസിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് സ്ലൊവേനിയയുടെ ടൂറിസം രംഗം തീർത്തും നിർജീവാവസ്ഥയിലായിരുന്നു. 2004-ൽ സ്ലൊവേനിയ യൂറോപ്യൻ യൂണിയനിൽ അംഗമായതോടെ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ചയാണ് ടൂറിസം മേഖലയിൽ ഉണ്ടായത്. ഈ പ്രദേശമെല്ലാം ഈ വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടതും അതിനുശേഷമാണ്. ഈ സമയത്ത് കുറച്ചൊക്കെ ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരിക്കാം. അവരെല്ലാം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ചുടുനീരിൻ്റെ കുളങ്ങളിലുമെല്ലാമായിരിക്കും. മഴയും മഞ്ഞുമുള്ളപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലല്ലോ. ഇതിവിടുത്തെ സവിശേഷമായൊരു മന്ദിരമാണ്. 200 വർഷം പഴക്കമുള്ള ഒരു ഡാൻസ് ഹാളായിരുന്നു ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിതമായ ഈ ബൃഹത് മന്ദിരം. ഇപ്പോൾ ഗ്രാൻഡ് ഹോട്ടൽ റൊഗാഷ്ക എന്ന ലക്ഷറി ഹോട്ടലാണ് അതിൽ പ്രവർത്തിക്കുന്നത്. 1912-ലാണ് ഈ വിധം ഹോട്ടൽ പുതുക്കിപ്പണിതത്. ഹോട്ടലിലെ ക്രിസ്റ്റൽ ഹാൾ ഇപ്പോഴും ധാരാളം കൺസേർട്ടുകൾക്കും ഡാൻസ് പരിപാടികൾക്കും വേദിയാകാറുണ്ട്. സ്പാ പാർക്ക് എന്നാണ് ഞാൻ ഈ നടക്കുന്ന ഉദ്യാനഭാഗം അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ റൊഗാഷ്ക സ്ലാറ്റിനയിലെ പ്രധാന സ്പാകളെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഈ പ്രദേശത്തായിരുന്നു. സ്പാകൾ, ഹോട്ടലുകൾ, കോൺഫറൻസ് സെന്റർ, ജ്വല്ലറി, മെഡിക്കൽ സെന്റർ എന്നിങ്ങനെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ. സ്പാ പാർക്കിന്റെ ഒരു ആകാശദൃശ്യം ഇവിടെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
9995444222. പാർക്കിൽ നിന്നും അലേഷിന്റെ കാറിൽ യാത്ര തുടർന്നു. പ്രത്യേകമായ കാഴ്ചകളൊന്നുമില്ല. വലതുവശത്ത് കാണുന്നതെല്ലാം ഹോട്ടലുകൾ തന്നെയാണ്. ടൂറിസം സീസണിൽ ഇവിടം എത്ര സജീവമായിരിക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ഹോട്ടൽ ബാഹുല്യം. ക്രൊയേഷ്യയുമായി തൊട്ടുചേർന്ന് കിടക്കുന്ന മറ്റൊരു പട്ടണമാണ് റൊഗാഷ്ക സ്ലാറ്റിന. റൊഗാറ്റെക്കിനെ പോലെ ഒരു അതിർത്തി പട്ടണം. ക്രൊയേഷ്യയിലൂടെ എത്തുന്ന സിറിയൻ അഭയാർത്ഥികളിൽ നല്ലൊരു ഭാഗവും ഇത്തരം പട്ടണങ്ങളിലെ അതിർത്തി കടന്നാണ് സ്ലൊവേനിയയിൽ പ്രവേശിക്കുന്നത്. പഴയ യുഗോസ്ലാവിയ 6 രാജ്യങ്ങളായി പിരിഞ്ഞ കാലത്ത് ഇത്തരം പട്ടണങ്ങളിൽ 2 രാജ്യങ്ങളിലെ ആളുകൾ ഇടകലർന്നു തന്നെയാണ് വസിച്ചിരുന്നതും വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നതും. സ്ലൊവേനിയ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നേടിയതോടെയാണ് ആ നിലയ്ക്ക് മാറ്റമുണ്ടായത്. 2013 മാത്രമാണ് ക്രൊയേഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ലഭിച്ചത്. അതോടെ അതിർത്തിയിലെ കാർക്കശ്യം ഒട്ടൊന്ന് അസ്തമിച്ചു. അത് മുതലെടുത്ത് അഭയാർത്ഥികളും അവരുടെ മറവിൽ മറ്റുള്ളവരും സ്ലൊവേനിയയിലേക്ക് കടക്കാൻ തുടങ്ങി. അനധികൃത കുടിയേറ്റങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ കാംന ഗോർക്ക എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സജീവമായിരുന്ന ഗ്രാമമാണിത്. 1652 സ്ഥാപിതമായ ഒരു ദേവാലയം ഇവിടെയുണ്ട്. ഇടതുവശത്ത് കാണുന്ന കുന്നിന്റെ മറുഭാഗത്ത് ക്രൊയേഷ്യയാണ്. റോഡിന് സമാന്തരമായി ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. 2 രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന പാതയാണത്. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നീട് കുറേ ദൂരം ഇങ്ങനെ വനമോ വെളിംപ്രദേശമോ ആയിരിക്കും. ഇപ്പോൾ മെസ്റ്റീനിയ എന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നു. ലോവർസ്റ്ററിയ സാംസ്കാരിക മേഖലയുടെ ഭാഗമായ ഒരു സെറ്റിൽമെന്റാണ് മെസ്റ്റീനിയ. 1.25 ചതുരശ്ര കിലോമീറ്ററാണ് ഈ സെറ്റിൽമെന്റിന്റെ ആകെ വിസ്തീർണം. 300 പേർ മാത്രമാണ് ഇവിടെ സ്ഥിരവാസികളായുള്ളത്. കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പട്ടണമെന്ന നിലയിൽ മെസ്റ്റീനിയ പ്രശസ്തമാണ്. 19-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സ്ലൊവീൻ കവി ജേക്കബ് സ്കെറ്റിന്റെ ജന്മദേശമാണിത്. വനത്തിൽ നിന്ന് വെട്ടിയെടുത്ത തടികൾ പാതയോരത്ത് അട്ടിവെച്ചിരിക്കുന്നു. ഇവിടെ ഗവൺമെന്റ് അധീനതയിലും സ്വകാര്യ ഉടമസ്ഥതയിലും വനങ്ങളുണ്ട്. മരത്തിന്റെ കൃഷിയും വലിയ തോതിൽ നടക്കുന്നു. അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുകയായി. ബെലോ എന്ന ഗ്രാമമാണിത്. ധാരാളം മരവീടുകൾ ഉണ്ടെന്നതാണ് ബെലോയുടെ ഒരു പ്രത്യേകത. പണ്ട് പുല്ലും വൈക്കോലും ഉണക്കി സൂക്ഷിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇതെല്ലാം. കറുത്ത ഭിത്തിയും കറുത്ത മേൽക്കൂരയുമുള്ള കെട്ടിടങ്ങൾ. ഇക്കാണുന്ന പുൽമേടുകളിലെല്ലാം പുൽകൃഷി നടക്കുന്നതാണ്. കന്നുകാലികൾക്ക് നൽകാനുള്ള പ്രത്യേകതരം പുല്ല്. അത് വിതച്ചു വളർത്തി നിശ്ചിത മൂപ്പെത്തുമ്പോൾ വെട്ടിയുണക്കി ബണ്ടിലുകളാക്കി വലിയ നെടുമ്പുരകളിൽ സൂക്ഷിക്കുന്നു. പശുക്കൾക്കും കുതിരകൾക്കുമെല്ലാം ദീർഘകാലത്തേക്കുള്ള തീറ്റയാണത്. അലേഷ് നൊവാക്കിന്റെ ഗ്രാമത്തിലേക്ക് കാർ എത്തിയിരിക്കുന്നു. കുന്നിൻ മുകളിൽ കാണുന്ന ആ ഇരട്ട വീടുകളിൽ ഒന്നിലാണ് അലേഷിന്റെ മാതാപിതാക്കൾ താമസിക്കുന്നത്. അലേഷ് ജനിച്ചു വളർന്ന ഗ്രാമം. തന്റെ ഗ്രാമത്തിന്റെ പേരാണ് അലേഷ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഷ്മാരിയെ പ്രീ എൽഷെ. പെട്ടെന്നൊന്നും അതെനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതി ഗ്രാമനാമത്തിന്റെ ഉച്ചാരണം എന്നെ പഠിപ്പിക്കുകയാണ് അലേഷ്. ലോവർസ്റ്ററിയുടെ ഭാഗമാണ് ഷ്മാരിയെ പ്രീ എൽഷെയും. സാമാന്യം വലിയൊരു ടൗണാണിത്. അലേഷിന്റെ ഇടവകപ്പള്ളിയാണ് മുന്നിൽ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. കുന്നിൻ മുകളിലെ ഒരു പള്ളിയും സെറ്റിൽമെന്റും. അവിടേക്കാണ് അലേഷ് എന്നെ കൊണ്ടുപോകുന്നത്. സ്കൂൾ പഠനകാലത്തൊക്കെ അലേഷ് കളിച്ചു നടന്ന സ്ഥലമാണ്. പുല്ലുപിടിപ്പിച്ച മനോഹരമായ ഒരു കുന്ന്. കുന്നിൻ മുകളിൽ ഒരു പള്ളി. പാതയോരം മുതൽ പള്ളി വരെ പല ചാപ്പലുകൾ. ഇതിവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പള്ളിമുറ്റത്ത് നിന്നാൽ പട്ടണത്തിന്റെ വലിയൊരു ഭാഗം കാണാമെന്നാണ് അലേഷ് പറയുന്നത്. 10,000-ഓളം ജനം വസിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഷ്മാരിയെ പ്രീ എൽഷെ. സ്ലൊവേനിയയിൽ വനവൽക്കരണം നടക്കുന്നത് ഇങ്ങനെയാണ്. ആളുകൾ താമസിക്കാത്തതും കൃഷിഭൂമി അല്ലാത്തതുമായ പ്രദേശങ്ങളെല്ലാം വനമാക്കി മാറ്റുന്നു. ധാരാളം ഭൂമിയുണ്ട്, ജനസംഖ്യ കുറവാണ് എന്നതെല്ലാമാണ് ഇത് സാധ്യമാക്കുന്നത്. പക്ഷേ വനത്തെ ഏറ്റവും സംരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത.
എല്ലാ കാലത്തും രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 50% വനമാക്കി നിലനിർത്താനാണ് സ്ലൊവേനിയൻ ഗവൺമെന്റിന്റെ തീരുമാനം. മലമുകളിൽ വനത്തോട് ചേർന്നും ആളുകൾ വസിക്കുന്നുണ്ട്. ആട്ടിൻകൂടും കാലിത്തൊഴുത്തും വിറകുപുരയും എല്ലാം ചേർന്ന വീടുകൾ. ഇത്തരം ഗ്രാമങ്ങളിൽ ഇപ്പോൾ പ്രായമായവർ മാത്രമേ കൂടുതലായും ഉണ്ടാകൂ. മക്കൾ അലേഷിനെ പോലെ ലുബ്ലിയാന പോലുള്ള പട്ടണങ്ങളിലാണ് തൊഴിലെടുത്തു ജീവിക്കുന്നത്. വാരാന്ത്യത്തിലോ മറ്റോ അവർ ഗ്രാമത്തിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുന്നു. കുന്നിൻ മുകളിലെ പള്ളിമുറ്റത്ത് അലേഷ് കാർ കൊണ്ടുചെന്ന് നിർത്തി. അതിഗംഭീരമായൊരു സ്ഥലത്താണ് ദേവാലയം നിലകൊള്ളുന്നത്. പുൽമേടും അതിലൂടെയുള്ള പാതകളും പള്ളിയുടെ പൗരാണിക ഭാവവും താഴ്വാരത്തിന്റെ കാഴ്ചയുമെല്ലാം ചേതോഹരം. പള്ളിവാതിലുകൾ അടഞ്ഞുകിടക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റോക്കിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. പ്ലേഗിൽ നിന്നും രക്ഷിക്കുന്ന വിശുദ്ധനായാണ് സെന്റ് റോക്കിനെ യൂറോപ്യർ ആരാധിക്കുന്നത്. പള്ളിമുറ്റത്തു നിന്ന് നോക്കുമ്പോൾ താഴെ മനോഹരമായ ഒരു കാഴ്ചയാണുള്ളത്. താഴെ നീല നിറമുള്ള മേൽക്കൂരയോടെ കാണുന്നതാണ് അലേഷ് പഠിച്ച പ്രൈമറി സ്കൂൾ. പിന്നീട് ഇവിടെ നിന്നും 30 കിലോമീറ്റർ അകലെ പട്ടണത്തിൽ പോയാണ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം നേടിയത്. സെലിയെ എന്ന പട്ടണത്തിലായിരുന്നു അത്. സ്കൂൾ പോലെ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പള്ളി, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം അലേഷ് ഇവിടെ നിന്നും ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട്. കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് തന്റെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകും പോലെ കഥകൾ പറയുന്നു ഇദ്ദേഹം. ഇവിടെ അടുത്തു തന്നെയാണ് അലേഷിന്റെ മാതാപിതാക്കൾ വസിക്കുന്ന വീട്. അവിടെ ഒന്ന് സന്ദർശിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛനമ്മമാരോട് ഇന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിയിട്ടില്ലെന്നും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വിവരം അവരെ അറിയിച്ച് ഇന്നവിടം സന്ദർശിക്കാമായിരുന്നു എന്നുമാണ് അലേഷ് പറയുന്നത്. അത്തരമൊരു സന്ദർശനം അലേഷോ മാതാപിതാക്കളോ ആഗ്രഹിക്കുന്നില്ല എന്നു തന്നെയാണ് അതിനർത്ഥം. അന്യരെ സ്വന്തം വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്നാട്ടുകാരൊന്നും ഇഷ്ടപ്പെടുന്നില്ല. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ചർച്ച് ഓഫ് സെന്റ് റോക്ക് ഇവിടെ സ്ഥാപിതമാകുന്നത്. റെഡൻക എന്നാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിലുള്ള മലമുകളിൽ 3/4 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു സെറ്റിൽമെന്റാണ് റെഡൻക. ഗ്രാമത്തിലെവിടെയും ഒരാളെപ്പോലും കാണുന്നില്ല. കൊടും തണുപ്പാണ്. ആളുകളിൽ വലിയൊരു ശതമാനവും തണുപ്പിൽ നിന്ന് രക്ഷ തേടി വീടിനകത്ത് കഴിഞ്ഞുകൂടുകയാവും. മലമുകളിൽ നിന്നും ഞങ്ങൾ മടങ്ങി. വികസിത രാജ്യങ്ങളിൽ എവിടെയും ആളുകൾ വഴിയോരത്തോ കലുങ്കിന്മേലോ വെറുതെ സംസാരിച്ചിരുന്ന് സമയം പോക്കുന്നത് നാം കാണില്ല. നാടിന് വികാസമുണ്ടാകും തോറും ആളുകൾ അവരവരുടെ ലോകത്തേക്ക് ഉൾവലിയുന്നു. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുമെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് അവർ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമെല്ലാം ആശയവിനിമയം നടത്തുന്നതെന്ന് തോന്നുന്നു. അപൂർവമായി ഇങ്ങനെ ചിലരെ വഴിയോരത്ത് കാണാം. ആടിനോ പശുവിനോ തീറ്റ നൽകാൻ പോയതാവാം. ഗ്രാമം രൂപപ്പെടുത്തിയിരിക്കുന്നതും അത് നിലനിർത്തുന്നതും എത്ര വൃത്തിയോടെയാണെന്ന് കാണുക. നമ്മുടെ കേരളീയ ഗ്രാമങ്ങളും ഈ വിധം വൃത്തിയിലേക്ക് കൊണ്ടുവരാവുന്നതേയുള്ളൂ. പോസ്റ്ററും ബാനറും വൃത്തികേടുകളുമില്ലാതെ ഈ വിധം സുന്ദര പ്രദേശമായി കേരളത്തിലെ ഓരോ ഗ്രാമവും മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അലേഷിന്റെ കാറിലിരിക്കുന്നത്. ഒരു 25 വർഷം കഴിയുമ്പോൾ അത് സാധ്യമാകുമായിരിക്കാം. കേരളത്തിലെ മൂന്നാർ പോലും ഈ വിധം വൃത്തിയോടെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലിരുന്ന് പാശ്ചാത്യരെയും അവരുടെ രീതികളെയും വിമർശിച്ച് സംസാരിക്കുമ്പോൾ, അർത്ഥശൂന്യമായ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ ചെറിയ നാടുകളിലെ പോലും പ്രകൃതി സംരക്ഷണ രീതികളും അടിസ്ഥാന സൗകര്യങ്ങളും എന്താണെന്ന് നാം അറിയുന്നില്ല. ഭാഗ്യം കൊണ്ട് മാത്രം ഇവിടെ ജനിച്ചവരാണ് അലേഷിനെ പോലുള്ളവരെന്ന് തോന്നിപ്പോകുന്നു. അയാളുടെയൊക്കെ ജീവിത സൗകര്യങ്ങൾ എത്രയാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിലേറെ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കാത്തതെന്ന് ചിന്തിക്കേണ്ടതാണ്. ഷ്മാരിയെ പ്രീ എൽഷെ എന്ന പട്ടണത്തിന്റെ മനോഹരമായ കാഴ്ചകളിലൂടെ കാർ യാത്ര തുടരുകയാണ്. മധ്യകാലത്ത് ഒരു പ്രഭു കുടുംബത്തിന്റെ അധീനതയിലുള്ള പ്രദേശമായിരുന്നു ഇത്. ജൽഷിൻഗ്രാഡ് എന്ന ഒരു ചെറു കാസിലിന് ചുറ്റുമായാണ് അക്കാലത്ത് ഷ്മാരിയെ പ്രീ എൽഷെ ഒരു സെറ്റിൽമെന്റായി രൂപപ്പെട്ടത്.
13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ അസംഷൻ ഓഫ് മേരി ദേവാലയമാണ് ഇപ്പോഴും ഈ പട്ടണത്തിലെ പ്രധാന പള്ളി. 107 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമാണ് ഇവിടം. 10,000-ത്തോളം ആളുകൾ ഈ പട്ടണത്തിലും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുമായി വസിക്കുന്നു. വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ കാണാം. പട്ടണം പിന്നിടുമ്പോൾ തനി ഗ്രാമീണമായ കാഴ്ചയിലേക്ക് എത്തുകയായി. ആ കാഴ്ചയിൽ മതിമറന്ന് ഞാൻ സഞ്ചാരം തുടരുകയാണ്.